തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷനാകും. മുംബൈയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായിരിക്കുന്നു. റഹീസ് റഷീദ് പുതിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി. റഹീസ്, ഇപ്പോൾ തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യവുമായി AK ശശീന്ദ്രനും തോമസ് കെ തോമസ് മുംബൈക്ക് പോയിരുന്നു. അപ്പോൾ PC ചാക്കോയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? എന്താണ് അറിയാനാകുന്നത്? ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് മുംബൈയിൽ ശരത് പവാറിൻ്റെ വസതിയിൽ കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു യോഗം തുടങ്ങിയത്. ഏതാണ്ട് അല്പസമയം മുമ്പ് വരെ ആ യോഗം നീണ്ടുപോയി. അതിൽ തോമസ് കെ തോമസിനെ NCPയുടെ അടുത്ത സംസ്ഥാന പ്രസിഡന്റായി തീരുമാനിക്കാനുള്ള ധാരണയായിട്ടുണ്ട്. പ്രഖ്യാപനം ഇന്നുണ്ടാവില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ PC ചാക്കോയോട് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ താല്പര്യമുണ്ടോ എന്ന് ശരത് പവാർ ചോദിച്ചിരുന്നു. ഒരു തരത്തിലും തുടരാനില്ല എന്ന നിലപാടായിരുന്നു PC ചാക്കോ എടുത്തത്. തനിക്ക് പകരം PM സുരേഷ് ബാബുവിനെയോ അഡ്വക്കേറ്റ് KR രാജനെയോ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്ന ആവശ്യം കൂടി PC ചാക്കോ മുന്നോട്ട് വച്ചു. അതിനെ AK ശശീന്ദ്രനും തോമസ് കെ തോമസും എതിർക്കുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനം ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്ന നിലയിൽ തോമസ് കെ തോമസ് സംസ്ഥാന പ്രസിഡന്റ് ആവട്ടെ എന്നൊരു ധാരണയിലെത്തുകയായിരുന്നു. പ്രധാനമായും അതിന് പറഞ്ഞൊരു കാരണം മന്ത്രിസഭയിലെ മാറ്റം LDF മുഖ്യമന്ത്രിയും CPM സമ്മതിക്കാത്തത് കൊണ്ട് നടക്കുന്നില്ല. PC ചാക്കോ എന്തായാലും സ്വന്തം നിലയിൽ മാറി. ഈ സമയത്ത് തോമസ് കെ തോമസിന് ഒരു അക്കോമഡേഷൻ കൊടുക്കണം എന്നൊരു നിലപാട് കൂടി ദേശീയ നേതൃത്വം എടുത്തു. ഈ സമയത്ത് PC ചാക്കോയോട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ, ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ് നിലവിൽ PC ചാക്കോ, ആ പദവിയിൽ നിന്നും രാജിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ശരത് പവാർ ചോദിച്ചിരുന്നു. പക്ഷേ അതല്ല, ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കാൻ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് താൻ തുടരാമെന്ന നിലപാട് PC ചാക്കോയും എടുത്തു. അതായത് PC ചാക്കോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് വിലയിരുത്താമോ റഹീസ്? സ്വാഭാവികമായും PC ചാക്കോയുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു എന്ന് മാത്രമല്ല, ശരത് പവാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ PC ചാക്കോയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജി നൽകിയത് അന്തിമ തീരുമാനമാണോ, അതിലേതെങ്കിലും തരത്തിലുള്ള വീണ്ടും വിചാരമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അതില്ല എന്ന് PC ചാക്കോ പറയുകയും ചെയ്തു. സ്വാഭാവികമായും PC ചാക്കോയെ സംബന്ധിച്ച് താൻ രാജി നൽകി, ആ രാജിയിൽ വീണ്ടും വിചാരമുണ്ടോ എന്ന് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ചോദിക്കുന്നത് തനിക്ക് അനുകൂലമായൊരു നിലപാടായി അദ്ദേഹം കാണുകയും ചെയ്തു. കാരണം താൻ തുടരാൻ സമ്മതിക്കുകയാണെങ്കിൽ തനിക്ക് തന്നെ തുടരാമെന്ന് AK ശശീന്ദ്രൻ്റെയും തോമസ് കെ തോമസിൻ്റെയും മുമ്പിൽ പറയാതെ പറയുകയാണ് ശരത് പവാർ ചെയ്തത് എന്നൊരു വിലയിരുത്തലിൽ അദ്ദേഹം എത്തി. പക്ഷേ താൻ പറഞ്ഞ ആളെ പ്രസിഡന്റാക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല എന്നതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ തിരിച്ചടിയാണ് PC ചാക്കോയ്ക്ക്. PC ചാക്കോ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടോ എന്ന് AK ശശീന്ദ്രനോടും തോമസ് കെ തോമസിനോടും ശരത് പവാർ ചോദിച്ചിരുന്നു. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതിന് ഒരു തരത്തിലുള്ള എതിർപ്പും തങ്ങൾക്കില്ല, കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നൊരാവശ്യമാണ് ഇരുവരും മുന്നോട്ട് വെച്ചത്. ശരി, NCP സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസ് എത്തുകയാണ്. ആദ്യം മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നു, മന്ത്രിസ്ഥാനം ലഭിക്കുന്നില്ല. അതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുഖം തിരിഞ്ഞുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം എന്ന ആവശ്യവുമായി മുന്നോട്ട് പോയത്. അതിൽ AK ശശീന്ദ്രൻ പിന്തുണ കൂടി ലഭിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ മുംബൈയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസിനെ നിശ്ചയിച്ചിരിക്കുന്നു.